AKP അവാർഡ് രഘുനാഥ് പലേരിക്ക് സമ്മാനിച്ചു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ജില്ലയിലെ നമ്പർ 1 ബാങ്ക്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ, പൂർണ്ണ സുരക്ഷിതത്വം, 1 കോടി രൂപ വരെ വായ്പ നൽകുന്നു. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. സ്വാതന്ത്ര്യ സമര സേനാനിയും ബഹുഭാഷാ പണ്ഡിതനുമായിരുന്ന വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിലുള്ള ഈ വർഷത്തെ AKP അവാർഡ് പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തും തിരക്കഥാകൃത്തും ബാലസാഹിത്യകാരനും സംവിധായകനും നടനുമായ രഘുനാഥ് പലേരിക്ക് സമ്മാനിച്ചു. കൃഷ്ണൻ മാസ്റ്ററുടെ ചരമദിനമായ ഏപ്രിൽ 18 ശനിയാഴ്ച വൈകുന്നേരം തായ്നേരിയിലെ കൃഷ്ണസദനത്തിൽ വെച്ച് വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി ഭാരവാഹികളായ E ശ്രീധരൻ സ്വാഗതവും സദനം നാരായണൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി സാഹിത്യകാരനും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറുമായിട്ടുള്ള ഡോക്ടർ PP പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഒരു മഹാഗുരുവിൻ്റെ അനുസ്മരണമെന്ന നിലയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം ആമുഖമായി അറിയിക്കുകയാണ്. അദ്ദേഹം ആരായിരുന്നുവെന്നും നമ്മുടെ ബൗദ്ധിക ലോകത്തും രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം സമർപ്പിച്ച സംഭാവന എന്തായിരുന്നുവെന്നും ഈ നാടിനറിയാം. പയ്യന്നൂരിൻ്റെ പ്രൗഢമായ ദേശീയ പ്രസ്ഥാന പാരമ്പര്യത്തിൽ ഏറ്റവും ആദ്യം പറയാവുന്ന പേരുകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റേത്. അതുപോലെ പാണ്ഡിത്യത്തിൻ്റെ മേഖലയിൽ നമുക്കറിയാം, ഒരു കാലത്ത് മാസ്റ്റർ എന്ന് വിളിച്ചിരുന്നത് കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയ വാക്കാണെങ്കിലും അത് സ്കോളേഴ്സിനെയായിരുന്നു നമ്മൾ വിളിച്ചിരുന്നത്. അപാരമായ പാണ്ഡിത്യമുള്ള ആളുകളെയാണ് മാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ അർത്ഥത്തിലാണ് കൃഷ്ണമാഷ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നീട് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അധ്യാപകരായ കാലത്താണ് അതൊരു പദവി മാത്രമായി മാറിയത്. അതൊരു പദവിക്കും അപ്പുറത്ത് ഒരു നാടിന് തന്നെ വെളിച്ചം പകരുന്ന ഒരു വലിയ മാർഗദീപമായി നിലനിന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലത്തിൻ്റെ സാക്ഷിയും പങ്കാളികളുമായ മനുഷ്യരെല്ലാം ഓരോന്നോരോന്നായി കാലയവനയ്ക്കുള്ളിലേക്ക് പോവുകയാണ്. പക്ഷെ 68ാമത്തെ വയസ്സിൽ ജീവിതം നഷ്ടമാവുക എന്ന് പറയുന്നത് തീർച്ചയായും അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. അപൂർവമല്ലെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. കാരണം നേരത്തെ ശ്രീധരൻ മാഷ് പറഞ്ഞതുപോലെ ഒരായുസിൻ്റെ പകുതി പിന്നിടുമ്പോഴേക്കുമാണ് നമ്മുടെ നിർഭാഗ്യം കൊണ്ട് ആ മഹാപണ്ഡിതൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഏതെല്ലാം മേഖലകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അത് ഒരുപക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യായുസ്സിന് സാധ്യമാകാത്ത വിധം പല മേഖലകളിലേക്കും പടർന്ന ബഹുശാഖിയായ ഒരു വൃക്ഷത്തിൻ്റെ തണലിലാണ് നമ്മളെല്ലാം അതുവരെയും ജീവിച്ചത്, അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് വേദിയിൽ വെച്ച് സമിതി ചെയർമാൻ സദനം നാരായണൻ രഘുനാഥ് പലേരിക്ക് സമ്മാനിച്ചു. വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് ഞാൻ അനുഭവിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും ഇമോഷണൽ ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. ഒരാളെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് പൂർവ്വജന്മങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് പോലെയാണ്. ഇതെല്ലാം എൻ്റെ സംസാരം, എൻ്റെ ചിന്തകളാണ്. ഇത് സത്യമുണ്ടോ ധർമ്മം അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഒരാളെ ഓർമ്മിക്കുക, അച്ഛനെ ഓർമ്മിക്കുക, അച്ഛനെ ഓർമ്മിക്കുക, അമ്മമ്മയെ ഓർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ തന്നെ പൂർവ്വജന്മങ്ങളിലേക്ക് യാത്ര പോകുന്ന പോലെയാണ്. ഒരു ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ആദരവോടെയുള്ള ഈ സമയത്ത് ഈ ജേതാവായി ഈ അവാർഡ് അല്ലെങ്കിൽ സ്വീകരിക്കാൻ
ഞാൻ ഇത്രമാത്രം പ്രാപ്തിയുള്ള ആളാണോ അല്ലെങ്കിൽ അതിനൊക്കെ അർഹിക്കുന്ന ആളാണോ ഒന്നും എനിക്കറിയില്ല. എന്നാലും എന്നെ ഇങ്ങനെ ആദരിച്ച ഈ കൂട്ടായ്മയോടും അതിന് താങ്ങായി നിൽക്കുന്ന കൃഷ്ണൻ മാഷുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ ശരിക്കും പ്രണമിക്കുകയാണ്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് പ്രൊഫസറായി വിരമിച്ച സാഹിത്യകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ AK രാമകൃഷ്ണൻ അനുസ്മരണ ഭാഷണം നിർവഹിച്ചു. സമിതിയുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറിയനായ K പത്മിനിക്ക് വേണ്ടി സമിതി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും വേദിയിൽ വെച്ച് നടന്നു. കൗൺസിലർ പോത്തേര കൃഷ്ണൻ, KV സത്യനാഥൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. KP വിജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലങ്ങാലിക്കുരുവി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോലങ്ങാലിക്കുരുവി, വഴിവാ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് റിസർവ് ബാങ്ക് അംഗീകാരമുള്ള ജില്ലയിലെ നമ്പർ 1 ബാങ്ക്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ, പൂർണ്ണ സുരക്ഷിതത്വം, 1 കോടി രൂപ വരെ വായ്പ നൽകുന്നു. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം, ഭവന വായ്പ, ബസ്, കാർ, 2 വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ. മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ